1912 ഏപ്രിൽ 15 ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കപ്പൽ ടൈറ്റാനിക് മഞ്ഞുമലയിലിടിച്ച് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങി. 1500-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആ ദുരന്തം ലോകത്തെ നടുക്കി. അതിന് 73 വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നു, ടൈറ്റാനിക് എവിടെയാണ്? അവസാനം 1985 സെപ്റ്റംബർ 1 പുലർച്ചെ 12:48 ചരിത്രത്തിലെ വലിയൊരു ചോദ്യം ഉത്തരം കൊണ്ട് ടൈറ്റാനിക് കടലിന്റെ അടിത്തട്ടിൽ കണ്ടെത്തപ്പെട്ടു. പക്ഷേ അതിനു പിന്നിൽ ഒരു രഹസ്യ കഥയുണ്ടായിരുന്നു. ടൈറ്റാനിക് കണ്ടെത്തിയത് ഡോക്ടർ റോബർട്ട് ബാലാട്ട് നയിച്ച സംഘമായിരുന്നു. ബാലാട്ട് പുതിയ അർഗോ എന്ന അണ്ടർ വാട്ടർ ക്യാമറ സംവിധാനവുമായി അമേരിക്കൻ നേവിയോട് സാമ്പത്തിക സഹായം ചോദിച്ചു. നേവി സമ്മതിച്ചു, പക്ഷേ ഒരു രഹസ്യ വ്യവസ്ഥയോടെ. അദ്ദേഹം ആദ്യം കണ്ടെത്തേണ്ടത് ടൈറ്റാനിക് അല്ല. ഈ രഹസ്യ ദൗത്യം പൂർത്തിയാക്കിയ ശേഷമാണ് ബാലാഡിന് ടൈറ്റാനിക് അന്വേഷിക്കാനുള്ള സമയം കിട്ടിയത്. എന്നാൽ 2008 പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ടൈറ്റാനിക് അന്വേഷണം ആദ്യം മുതൽ തന്നെ കോൾഡ് വാർ കാലത്തെ രഹസ്യ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന്. ഈ ശ്രമം നടത്തിയത് അമേരിക്ക ഒറ്റയ്ക്കായിരുന്നില്ല. ഫ്രാൻസും അമേരിക്കയും ചേർന്ന് 2 ഘട്ടമായാണ് ഈ ദൗത്യം നടത്തിയത്.